നമസ്കാരം കൂട്ടുകാരെ. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തി ഫ്രൈ ആണ് കേട്ടോ. അതിന് വേണ്ടി കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉള്ളി ചതച്ചത്, ചതച്ച മുളക് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് ട്വിസ്റ്റും കാണാം കേട്ടോ. അതിന് വേണ്ടി ഇത് തയ്യാറാക്കാൻ വേണ്ടി ചട്ടി എടുത്തു വെച്ചു. അന്നേരം സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഈ കുടംപുളിയാണ്, വാളംപുളി എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് കുടംപുളിയാണ് വെള്ളത്തിലിട്ട് ഞാൻ തിളപ്പിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടി ചൂടാക്കിയിട്ടില്ല. ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുരുമുളക് പൊടി. എന്നിട്ട് ഇത് മിക്സ് ചെയ്യും. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യും. അതിനേക്കാൾ മുമ്പായിട്ട് മത്തി വരഞ്ഞ് ഉപ്പും മുളകും മഞ്ഞളും പുരട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ഇതിലിട്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് സ്റ്റൗ കത്തിക്കുന്നത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്യുന്നതിനെ അങ്ങനെ മിക്സ് ചെയ്ത് സ്റ്റൗ കത്തിച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം ഞാൻ ചതച്ച് വെച്ചതാണ്. അതെല്ലാം ഞാൻ ഇടുകയാണ്. അതൊക്കെ ഇനി നന്നായി മൊരിഞ്ഞിട്ട് വേണം. ഇതിട്ട് കഴിഞ്ഞ് കറിവേപ്പില ഇടും. എന്നിട്ട് അത് നന്നായി ചൂടായതിന് ശേഷം അതിന് മീതെ മത്തി നിരത്തി വയ്ക്കും കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്യുന്നതിനെ നല്ല രീതിയിൽ ചൂടാവണം. കറിവേപ്പില ഇട്ടു, പിന്നെ ചതച്ച മുളക് അതും കൂടി മിക്സ് ചെയ്ത് മത്തികൾ ഓരോന്നായി നിരത്തി വയ്ക്കണേന്. നല്ല ടേസ്റ്റാണിത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ മറിച്ചു വിട്ടു. ഒരു വശം മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഞാൻ മറിച്ചിട്ടു. എന്നിട്ട് ഞാൻ ആ തിളപ്പിച്ച് വെച്ച പുളിവെള്ളം ഒഴിച്ച്. ഇതാണ് എൻ്റെ എൻ്റെ മത്തി ഫ്രൈ ഫ്ലോപ്പായത്. കാരണം ആ വെള്ളം ഒഴിച്ചതിന് ശേഷം മത്തി ഫ്രൈ ആക്കാൻ പോകുന്നത് മത്തിക്കറിയായി മാറി. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രുചി. അങ്ങനെ ഞാനത് കറിച്ചിട്ടില്ല.